हरिः ओम्। श्रीगुरुभ्यो नमः। ॐ नमः परमात्मने। ॐ गणानां त्वां गणपतिगुं हवामहे। कविं कवीनामुपमश्रवस्तमम् ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पद आनशृण्वन्नोदिभिः सीदसाधनम्। ओम श्री महागणपतये नमः। ओम श्री शरतादि श्री गुरुभ्यो नमः। ओम गं नमः। ओम सं नमः। ओम गुं नमः। ओम दं नमः। ओम दं दक्षिणामूर्तये नमः। ओम വളരെയേറെ താമസിച്ചു. കൂടുതൽ സമയമൊന്നും സ്വാമി എടുക്കില്ല. ഒരല്പ സമയം. ഇത് പ്രഭാഷണമൊന്നുമല്ല. ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട ഈ ഘടകം ഇന്നത്തെ സമൂഹം ആകെ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ വൈവിധ്യമാർന്ന ചിത്രീകരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇതിനൊരു പരിഹാരം ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, അധ്യാപകരുണ്ട്. ഇവരിൽ അധ്യാപകരാണ്. ഒരു ക്രോസ് സെക്ഷൻ ഇവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതിന് പരിഹരിക്കാൻ ഒരു കോൺഫറൻസ് കൊണ്ട് പറ്റുമോ? ഒരു വർക്ക്ഷോപ്പ് കൊണ്ട് പറ്റുമോ? കുറച്ച് ആർട്ടിക്കിൾ എഴുതിക്കൊണ്ട് പറ്റുമോ? പരസ്പരം പഴിച്ചതുകൊണ്ട് പറ്റുമോ? എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഘടകമാണ്. ഇവിടെ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ക്രൂഷ്യലായ ഈ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ എന്തു വേണം? പറഞ്ഞത് അധ്യാപകരാ പറഞ്ഞത്. സ്കൂളുകളിൽ കോളേജുകളിലും നടക്കുന്ന ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. അധ്യാപകർ തലത്തിൽ അവരോടും പാരൻസിനോടും വിദ്യാർത്ഥികളോടും സ്വാമിക്ക് ചോദിക്കാനുള്ള ഒരു ഘടകം. ഇപ്പൊ സ്വാമി നിങ്ങളോട് സംസാരിക്കണു. നിങ്ങളെല്ലാം വിദ്യാർത്ഥികളാണെന്ന് ധരിക്കുക. സ്വാമി വളരെ ക്ലാസിക്കലായിട്ട് വേഴ്സ്വർത്തിനെയും ഒക്കെ കോട്ട് ചെയ്തിട്ട് ആ ഓൾഡ് ലിറ്ററേച്ചറിൻ്റെ ആ ഗാംഭീര്യമൊന്നും നഷ്ടപ്പെടാതെ ഇങ്ങനെ മണിക്കൂറുകളോളം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ധരിക്കുക. നിങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പല കുഞ്ഞുങ്ങളും എത്തിയിട്ടുമില്ല. അവരാണിത് കേൾക്കുന്നത്. അവർക്ക് മനസ്സിലാകാത്ത വാക്കുകൾ, അവർക്ക് സുപരിചിതമല്ലാത്ത ഫ്രേസുകൾ, ഇതെല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് സന്തോഷത്തോടുകൂടി രുചിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ സ്വാമി ഇത് ടോക്കല്ല, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ. എന്തിനാണോ ഇവിടെ കൂടിയത്, അതിൽ നിങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ടൊരു സൊല്യൂഷനിൽ എത്താൻ വേണ്ടിയാണ്. പറ്റുമോ? നിങ്ങൾക്ക് രസിക്കാൻ പറ്റുമോ? പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണമാണെങ്കിൽ നിങ്ങൾ ഉറങ്ങും. ഒട്ടും പറ്റില്ലെങ്കിൽ ഫിസിക്കലി ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ അടുത്ത ആളിനെ ഉപദ്രവിക്കും. അതിനൊന്നും പറ്റിയില്ലെങ്കിൽ ആ ഡെസ്കിലോ ബെഞ്ചിലോ എന്തെങ്കിലും കുറിച്ച് എന്തെങ്കിലും ചെയ്യും. ഈ പറഞ്ഞ തലത്തിലേക്ക് കടന്നു പോകും. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ഇന്റലക്ച്വൽ ആയിട്ട് എൻഹാൻസ് ചെയ്യുന്ന കേവല പ്രോസസ്സായി മാത്രം മാറിപ്പോയി. കുറേ ഇൻഫർമേഷൻസ് ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിനല്ല കേവലം മനുഷ്യൻ. നമുക്ക് ഇൻഫർമേഷൻ വേണം. പഠിക്കുന്നത് കേവലം ബുദ്ധിയുടെ ഇൻഫർമേഷൻ കൂട്ടാൻ മാത്രമല്ല, പിന്നെയോ ആ വിഷയങ്ങൾ ഓരോന്നും രസാത്മകമായി, മാനസികമായി, വൈകാരികമായി ആ കുഞ്ഞിന് അത് ഉൾക്കൊള്ളാൻ, രസിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് ഈ ലെസനെ, ഈ വിഷയത്തെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർക്ക് കഴിയാറില്ല. അധ്യാപകർക്ക് അത് കഴിയണമെങ്കിൽ ആദ്യം വേണ്ടത് അധ്യാപകൻ ഒരമ്മയായി മാറണം. അമ്മയുടെ വൈശിഷ്ട്യം എന്ന് പറയുന്നത്, അമ്മ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും സ്നേഹത്തിൻ്റെ അതിദിവ്യമായ ഹൃദയസ്പർശമുണ്ടാകും. അമ്മ എന്ത് കിട്ടിയാലും അതിരുചികരമായിട്ട് അതിനെ വിഭവമാക്കി മാറ്റും. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന റാ മെറ്റീരിയൽ മുഴുക്കെ നമ്മുടെ മുന്നിൽ അമ്മ കൊണ്ട് വിളമ്പുമ്പോൾ കാണാനും ഗന്ധിക്കാനും രുചിക്കാനും ഒക്കെ അതിമനോഹരമായിട്ട് അങ്ങനെയാണ് അമ്മ പ്രിപ്പയർ ചെയ്ത് തരിക. കാണുമ്പം തന്നെ സുഖം തോന്നും, കാണുമ്പം തന്നെ മണക്കുമ്പോഴോ അതിലേറെ രുചിക്കുമ്പോഴോ പറയണ്ട. ഈ തലത്തിലേക്ക് വിഭവമാക്കി മാറ്റുന്നത് പോലെ വിഷയങ്ങളെ വിഭവമാക്കി മാറ്റി അതിന് പകർന്നു കൊടുക്കാൻ ഈ വിഭവമാക്കി മാറ്റുമ്പോൾ യഥാർത്ഥ അമ്മമാർ ചെയ്യുന്നത്, കാരണം എല്ലാ കാലത്തും ഈ അമ്മയ്ക്ക് പാചകം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഈ അറിവ് കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? ആ കുഞ്ഞുങ്ങളോട് പറയും, ആ വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞേ, അല്ലെങ്കിൽ ആ കത്തിരിക്ക ഒന്ന് മുറിച്ചിട്ടേ, ഇങ്ങനെ ഓരോന്നും പറയും. ആ കുഞ്ഞ് അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അമ്മയെ സഹായിക്കാനാണ് ഈ കഷ്ണിക്കുന്നത്. ആ കഷ്ണിക്കുന്നതിലൂടെ ആ കുഞ്ഞിന് അറിവ് മാത്രമല്ല, പ്രാക്ടിക്കൽ സ്കില്ലാണ്. അപ്പൊ കുഞ്ഞിനെ എങ്ങനെയാണ് പ്രാക്ടിക്കൽ സ്കില്ലിലേക്ക് കൊണ്ടുവന്ന് അരോചകമാകാതെ രസാത്മകമായിട്ട് എല്ലാ തലത്തിലും ശരീരവും മനസ്സും ബുദ്ധിയും ഇൻവോൾവ് ചെയ്തുകൊണ്ട് ആ കുഞ്ഞിന് പഠിക്കാൻ അമ്മ പ്രാപ്തമാക്കുകയാണ്. ഈ അമ്മയുടെ വൈശിഷ്ട്യമാണ് ആദ്യം വേണ്ടത്. കാരണം മക്കൾക്ക് മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് മക്കളാണ്. അവർക്കുള്ള വിഭവമാണ് ഞാൻ പകർന്നു കൊടുക്കുന്നത്. അതിൽ അവരെ എങ്ങനെ ഭാഗവാക്കാക്കി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഉണർന്നിരുന്ന് രസിച്ചുകൊണ്ട് അവർക്കത് അനുഭവിക്കാൻ പറ്റും. ആ സ്കില്ല് അതിലേക്ക് അവരെ കടത്തിക്കൊണ്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് തെറ്റാൻ പാടില്ല. ആ ശ്രദ്ധ, അതാണ് അച്ഛൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. അധ്യാപകന്റെ രണ്ടാമത്തെ ഗുണമാണ്, എന്ത് പകർന്നു കൊടുക്കുന്നുവോ
അത് ശ്രദ്ധയോടുകൂടി ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ് അത് അസർട്ടൈൻ ചെയ്യണം. അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുവാനുള്ള ശേഷി ഒരച്ഛൻ്റെ ആ ശ്രദ്ധ അനിവാര്യമാണ്. ഇത് കഴിഞ്ഞാൽ മൂന്നാമത്തതാണ് ഗുരുവിൻ്റെ വൈശിഷ്ട്യം. ആ ഗുരു എന്ന് പറയുമ്പോൾ ഏതു ലഘുവായ വസ്തുവാണ് ഗുരുവിൻ്റെ കയ്യിലെത്തിയാലും അത് ഗുരുത്വമായിട്ട് മാറും, ഗുരുവാക്കി മാറ്റും. അതാണ് ഏതു ലഘുത്വമായ നിസ്സാരമെന്ന് പോകുന്ന ഘടകം പോലും ഏറ്റവും മൂല്യതയുള്ള ഘടകമാക്കി മാറ്റാൻ ആ വൈശിഷ്ട്യമാണ് ഗുരുത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളും കൂടെ ചേരുമ്പോൾ അധ്യാപകനും വിദ്യാർത്ഥിയും, ഈ അധ്യാപക വിദ്യാർത്ഥി റിലേഷൻ കൊണ്ട് മാത്രം വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നില്ല. പിന്നെയോ എന്തു കുഞ്ഞു പഠിക്കുന്നുവോ, ഈ പ്രോജക്റ്റിൽ സ്വാമി നിങ്ങൾ ഇവിടെ പാരൻസ് ആയിരിക്കുന്നത്, ഈ പറയുന്ന ലെസൺ പ്ലാനിങ്ങിൽ നിങ്ങൾ ഓരോരുത്തരും കഥാപാത്രങ്ങളാണ്, ആ വിഷയങ്ങളുടെ ഓരോ ഭാഗങ്ങളാണ്. എപ്പോഴാണോ പാരൻസ് ആ വിഷയത്തിൻ്റെ ഭാഗമായി മാറുന്നത്, അപ്പോൾ ട്രിനിറ്റിയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൽ ട്രിനിറ്റിയാണ് മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അധ്യാപകർ. ഈ മൂന്നും ഒരുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപോലെ പ്രാധാന്യമറിയിക്കുന്നത്. ഈ മൂന്നും ഒരുപോലെ സിന്തസ് ചെയ്തെടുക്കണം. നേരത്തെ പറഞ്ഞു, നേരത്തെ അധ്യാപക അധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥി അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്നു. നമുക്ക് മൂല്യാധിഷ്ഠിതമായ ഘടകം കൂടെ ചേർക്കണം. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടത് അധ്യാപക, വിദ്യാർത്ഥി, പിന്നെ മാതാപിതാക്കളും കൂടെ അധിഷ്ഠിതമായ, രക്ഷകർത്ത അധിഷ്ഠിതമായ, ഭാഗികമായ വിദ്യാഭ്യാസമല്ല. ഓരോ വിഷയവും അത് വ്യക്തമായി മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിലുണ്ടോ അതൊക്കെ പൂർണ്ണമാണ്, അപൂർണമായിട്ടൊന്നുമില്ല. അപൂർണമായിട്ടുണ്ടാകണമെങ്കിൽ ഉണ്ടായത് അപൂർണത്തിൽ നിന്നാകണം. ഉണ്ടായത് എന്തുണ്ടോ അത് മുഴുക്ക പൂർണ്ണമാണ്. പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ ഏവ അവശിഷ്യതേ. പൂർണ്ണ മാത്രമാണ് അവശേഷിക്കുന്നത്, അത് പൂർണ്ണം ആണ്. ആ പൂർണ്ണതയിലേക്ക് ആ അറിവിനെ പൂർണ്ണമാക്കി മാറ്റണം. ഇപ്പോൾ പറഞ്ഞ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? പരിഹരിക്കേണ്ടത് ഇതുകൊണ്ട് മാത്രമല്ല, ഇത് വിദ്യാഭ്യാസത്തിൽ, കാരണം അപൂർണമായ വിദ്യാഭ്യാസം, കാരണം എന്തിനായി പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ഇതിലേക്ക് കടന്നു പോകാൻ കാരണം പഠിത്തത്തിൽ അവർക്ക് രസിക്കാൻ പറ്റുന്നില്ല. അവർക്ക് രസിക്കാൻ പറ്റുന്നത് വെച്ചു നീട്ടുമ്പോൾ അവിടേക്കത് കടന്നു പോകുന്നു. പരിഹാരം പഠിത്തം രസാത്മകമാക്കി മാറ്റുക, പഠിക്കുന്ന വിഷയം അതിമധുരവും വിഭവ സമൃദ്ധവുമായ സദ്യയാക്കി മാറ്റി ആ കുഞ്ഞുങ്ങളെ ഒന്ന് ഊട്ടി നോക്കൂ. അവരൊന്നും മറ്റിടത്തേക്ക് പോകില്ല. ഇപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് മുഴുക്ക ഇവിടുത്തെ ലെസൺ പ്ലാനാണ്. ഇവിടെ പഠിപ്പിച്ച ലെസൺസ് ഈ പ്രോജക്റ്റ് തലത്തിലാണ് പഠിപ്പിച്ചത്. അതിന് സ്റ്റേജിലേക്ക് പ്രസന്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ മുഴുക്ക അതിൻ്റെ ഭാഗമായി മാറുകയാണ്. അവരെ ശരീരം ഇൻവോൾവ് ചെയ്യണു, അവരുടെ വികാരം ഇൻവോൾവ് ചെയ്യണു, അവരെ വിചാരം ഇൻവോൾവ്. പൂർണ്ണമായിട്ട് അവർ മാറി നിൽക്കാൻ പറ്റണില്ല. കാരണം അവർ പൂർണ്ണമായി അതിൻ്റെ ഭാഗമായി മാറണം. യത് ഭാവയതി തത് ഭവതി. എന്ത് ഭാവന ചെയ്ത് ഉറപ്പിക്കുന്നുവോ അതായി മാറും. അങ്ങനെയായി മാറണമെങ്കിൽ ആ ചിന്ത വികാരമായി മാറണം. എങ്കിലേ ആ പരിവർത്തനം വരൂ. അതിന് വൈകാരികമായ ഇൻവോൾവ്മെന്റ് വിദ്യാഭ്യാസത്തിൽ ഉണ്ടായേ പറ്റൂ. അതിൻ്റെ കുറവ് ഇപ്പോൾ അധ്യാപകരായ നിങ്ങൾ ഒന്ന് ചർച്ച ചെയ്താൽ തരക്കേടില്ല. കാരണം ഈ പറഞ്ഞ വൈകാരികമായ തലം നമുക്കെവിടെയോ നഷ്ടമായി. കാരണം സ്കൂളിൽ ചെന്നാൽ ക്ലാസ്സുകൾ അരോചകം, വീട്ടിൽ ചെന്നാൽ അരോചകം. കാരണം അച്ഛനും അമ്മയ്ക്കും രസാത്മകമായി കുഞ്ഞുങ്ങളെ ആനന്ദിപ്പിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സമയമില്ല. അപ്പോൾ വീട്ടിൽ ചെന്നാൽ അവർക്ക് അരോചകം. അപ്പം ഈ അരോചകത്തിൽ നിന്ന്, ഈ ദുഃഖത്തിൽ നിന്ന് അവർക്ക് മുക്തി വേണമെങ്കിൽ എളുപ്പ വഴി ആരെങ്കിലും കാട്ടി തരുമ്പോൾ അവിടേക്ക് ഇവർ കടന്നു ചെല്ലും.
അതിൻ്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഈ അനുഭവത്തിൽ നിന്ന് മുക്തമാകണമെങ്കിൽ വിദ്യാലയങ്ങളും ഗൃഹങ്ങളും ഈ പറയുന്ന രസാത്മകമായ പരസ്പര ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റിയെടുത്തേ പറ്റൂ. അതിനു വേണ്ടത് സ്കൂളുകൾ അവരുടെ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ പാരൻസിനെ കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു വർഷത്തിൽ 1-2 ലെസൺസ് എങ്കിലും ആ പാരൻസിൻ്റെ കൂടെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അറിയാതെ ഈ കുഞ്ഞിൻ്റെ അറിവിലേക്ക് പാരൻസ് ഉയരും. ഇന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ ഗ്യാപ്പ് എന്ന് പറയുന്നത് ജനറേഷൻ ഗ്യാപ്പാണ്. എന്ന് പറഞ്ഞാൽ പാരൻസും വിദ്യാർത്ഥികളും തമ്മിലുള്ള അകലം ഇത് മാറിയേ പറ്റൂ. ഈ അകലം അറിവിലാണ്, വികാരത്തിലാണ്. ഈ വികാര അറിവാണ് ശരീര അകലമായിട്ട് ദുഃഖമായി കർമ്മമായി പരിണമിക്കുന്നത്. ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ഈ ട്രിനിറ്റിയുടെ തലത്തിലേക്ക്, ട്രിനിറ്റി പ്രാക്ടിക്കൽ തലത്തിലെത്തണം. അധ്യാപകനും വിദ്യാർത്ഥിയും പാരൻസും അകലമില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്ന ഓരോ കുഞ്ഞിൻ്റെ അഹിതവും, ഇന്ന് ഒരു കുഞ്ഞു ചെയ്യുന്ന അഹിതം ഈ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ മുഴുക്ക ദുഃഖമാണ്. വ്യക്തമായി മനസ്സിലാക്കുക. കാരണം ഏതു കൊച്ചു ഘടകത്തിൻ്റെയും ഹിതാഹിതങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഹിതാഹിതങ്ങളാണ്. കാരണം ഞാൻ വളർന്നാൽ ഈ പ്രപഞ്ചമായി വളരും. ഈ പ്രപഞ്ചം ചുരുങ്ങിയാൽ ഈ ഞാനാകും. ഞാനും പ്രപഞ്ചവും രണ്ടല്ല. ഈ രണ്ടല്ല എന്ന അറിവ് കുഞ്ഞും നാള് തൊട്ട് കുഞ്ഞിനെ പഠിപ്പിക്കണം. ഈ ഗുരുത്വത്തിൽ എത്താൻ വേണ്ടിയാണ് ആദ്യം അമ്മയെ നമസ്കരിക്കുക, അച്ഛനെ നമസ്കരിക്കുക, ഇങ്ങനെയുള്ള മൂല്യതകളെ മുഴുക്ക പഠിപ്പിക്കുന്നത് ഈ പറയുന്ന വളർച്ചയ്ക്കാണ്. ഞാൻ വളർന്നാൽ ഈ പ്രപഞ്ചം, ചരാചരാത്മകമായ ഈ പ്രപഞ്ചം മുഴുക്കെ എൻ്റെ വളർച്ചയാണ്. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ അതുണ്ടാകുന്നത് നിങ്ങളുടെ ചിന്തയിൽ, അത് നിൽക്കുന്നത് നിങ്ങളുടെ ചിന്തയിൽ, അതിൻ്റെ ഹിതാഹിതങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ. ഈ ചിന്തയിലല്ലാതെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചമില്ല, ഇതിൻ്റെ നിലനിൽപ്പില്ല, ഇതിൻ്റെ ഹിതാഹിതങ്ങളില്ല. ഇതിൻ്റെ അഹിതം മാറ്റിയെടുക്കാൻ മറ്റാർക്കും പറ്റില്ല, തൻ്റെ ചിന്തയ്ക്ക് മാത്രമേ പറ്റൂ. ഇന്ന് സമൂഹത്തിൻ്റെ അസ്വസ്ഥത എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലാണ്. ആ വ്യക്തി കുടുംബമായി മാറുമ്പോൾ, സമൂഹമായി മാറുമ്പോൾ ഈ ട്രിനിറ്റി ശക്തമായി സമൂഹത്തിൽ ഈ ഏകധാരയെ കണ്ടു ജീവിക്കാൻ പറ്റുന്ന വ്യക്തികളായി വളർന്നേ മതിയാകൂ. അങ്ങനെ മാത്രമേ ഈ പറഞ്ഞ ഇത് മാത്രമല്ല, ഇങ്ങനെ വരുന്ന എല്ലാ ദുരന്തങ്ങൾക്കും പരിഹാരം. നിങ്ങളുടെ വീട്ടിലെ ഓരോ അസ്വസ്ഥതയും നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും, ആ അസ്വസ്ഥത തുടങ്ങിയത് നിങ്ങളുടെ ചിന്തയിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരഹിതം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഹിതമായി മാറണമെങ്കിൽ നിങ്ങൾക്ക് അഹിതത്തെ കൊള്ളാനുള്ള അഹിതം നിങ്ങൾക്കുണ്ടെന്നറിയാം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെയാണ് കുറ്റം പറയുന്നത്. കാരണം തന്നിൽ എന്തഹിതമുണ്ടോ ഹിതമുണ്ടോ അതേ തനിക്ക് കാണാൻ പറ്റൂ. തൻ്റെ ഹിതാഹിതങ്ങളാണ് താൻ ഈ ലോകത്ത് കാണുന്നത്. തന്നിലില്ലാത്തതൊന്നും തനിക്ക് ഈ ലോകത്ത് കാണാൻ പറ്റില്ല. എൻ്റെ കാഴ്ചയിൽ എന്താണോ അതേ എനിക്ക് കാണാൻ പറ്റൂ. ഈ കാഴ്ചയുടെ ഏതു കുറവും എൻ്റെ കാഴ്ചയെ ബാധിക്കും. അപ്പോൾ ഈ കാഴ്ച പൂർണ്ണമാകണമെങ്കിൽ ഈ പറയുന്ന വിദ്യയുടെ ട്രിനിറ്റിയിലേക്ക് നമ്മൾ കടന്നു വന്നേ മതിയാകൂ. ഇന്നത്തെ ഇതിന് പരിഹാരം, ഇന്ന് സമൂഹത്തിന് പരിഹാരമില്ലാത്ത തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വിപത്ത് മാറിക്കിട്ടണം എങ്കിൽ വേറൊന്നും വേണ്ട, വിദ്യാലയങ്ങളും ഗ്രഹവും ഗ്രഹാന്തരീക്ഷവും ആനന്ദം പരസ്പരം അറിഞ്ഞുകൊണ്ട്, പരസ്പരം അഹിതമാക്കാത്ത, വേദനിപ്പിക്കാത്ത, സന്തോഷമായി ചിരിച്ചുകൊണ്ട് പരസ്പരം വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ചിരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഗ്രഹാന്തരീക്ഷം മാത്രം ഉണ്ടാക്കിയാൽ മതി. വേറെ ഒന്നും വേണ്ട. ഒന്ന് ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യും പറയുമ്പോഴത്തേക്കും ഒന്ന് ചിരിച്ചൊന്ന് പറഞ്ഞു നോക്കൂ. ഏതഹിതവും ഹിതമായി മാറും, സംശയിക്കേ വേണ്ട.
അപ്പോൾ ഏതഹിതത്തെയും ഹിതമാക്കി മാറ്റാൻ ഈ ചിരിയാകുന്ന ഹിതമായ ആ വെളിച്ചത്തിന് പറ്റും. ആ ഗൃഹാന്തരീക്ഷം ശാന്തമാകുമ്പോൾ സമൂഹം ശാന്തമാകും. സമൂഹം ശാന്തമാകാൻ, ഈ ഗൃഹാന്തരീക്ഷവും സമൂഹവും ശാന്തമാകാൻ വിദ്യാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അധ്യാപകർക്കും പുഞ്ചിരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ കഴിയണം. കാരണം ഗുരുക്കന്മാർക്ക് ഉള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുക. കാരണം പൂർവത്തിൽ ഇവിടുത്തെ സംസ്കാരം അങ്ങനെയാണ്. ഗുരു ശിഷ്യന് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ തന്നെയാണ് പകർന്നു കൊടുക്കുന്നത്. അവിടെ ശിഷ്യ സംസ്കാരം എന്ന് പറയും. ഒരു സംസ്കാര പ്രക്രിയ ഈ ഭൂമിയിൽ നിലനിന്നു എന്ന് തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ സംസ്കാരമാണ്, ആ താപവും വെളിച്ചവും ഒക്കെയാണ് ആ ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ തനിക്കാഹിതമായ താപവും വെളിച്ചവും പകർന്നു കൊടുത്ത് ശിഷ്യനെ പക്വമാക്കുന്ന ഒരവസ്ഥയിലേക്ക് വിദ്യാലയം മാറണം. ആ ആഭയുള്ള വിദ്യാലയങ്ങളായി വിദ്യാലയങ്ങൾ മാറണം. വിദ്യാലയം വേറും ബിൽഡിംഗ് അല്ല, ജീവിക്കുന്ന ജീവിതമാണ്. വികാരങ്ങളുടെ ഒരു വിളഭൂമിയാണ്. അവിടെ നല്ല വികാരങ്ങൾ ഓടിക്കളിക്കുന്ന, മാറിക്കളിക്കുന്ന നികേതങ്ങളാക്കി വിദ്യാലയങ്ങൾ മാറണം. അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ അതിനൊരു പരിഹാരമുള്ളൂ. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? വീട്ടിൽ എല്ലാവരോടും ഒന്ന് ചിരിച്ച് സംസാരിക്കാൻ ഉണ്ടോ? അതൊന്ന് ചെയ്ത് നോക്കാമോ? എത്രമാത്രം നിങ്ങളുടെ വീട്ടിൻ്റെ അന്തരീക്ഷം മാറിക്കിട്ടും. വേറെ ഒന്നും വേണ്ട. സ്വാമി നമ്മളോട് വേറെ ഒന്നും പറഞ്ഞില്ല, ഒരു പൈസയും ചിലവാക്കാൻ പറഞ്ഞില്ല. ഇതുമാത്രം കഷായം കുടിച്ച കണക്ക് മുഖവും വെച്ചുകൊണ്ട് സംസാരിക്കുന്നിടത്ത് ഒന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് സംസാരിക്കാൻ, അമ്മയോടും അച്ഛനോടും ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഒക്കെ സംസാരിക്കാൻ, അതുമാത്രം അതൊന്ന് ചെയ്തു നോക്കൂ. പരസ്പരം ആ പുഞ്ചിരി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴുണ്ടാകട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നാളെ, പ്രകാശമാനമായൊരു നാളെ നിങ്ങൾക്ക് സൃഷ്ടിക്കണമെങ്കിൽ മറ്റുള്ളവർ ഉപദേശിക്കുകയല്ല വേണ്ടത്, സ്വയം പ്രാക്ടീസ്. സ്വാമി ചിരിക്കാതെ നിങ്ങളോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അപ്പൊ സ്വാമി ചിരിക്കണം. എങ്ങനെ ചിരിക്കണം? എല്ലാവരും ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചപ്പ ഇത്രയേ ഉള്ളൂ ചിരി ശബ്ദം. കാരണം എന്തിനാ ഈ പറഞ്ഞാൽ, ഇന്ന് നോക്കൂ, നിങ്ങൾ ചിരിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തിന് എത്ര പ്രകാശം ഉണ്ടോ നോക്കൂ. സ്വാമി അതാണ്, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ എക്സ്ട്രാ വാൾട്ടൊന്നും നമ്മൾ വലിച്ചില്ല. ഇത്രയേ ഉള്ളൂ. ഒന്ന് ചിരിച്ചപ്പോൾ 1000 വാൾട്ടാണ് പ്രകാശമായിട്ട് പുറത്തേക്ക് വരുന്നത്. പ്രകാശത്തിന്റെ ക്വാണ്ടം അത് ഇൻഫിനിറ്റായിട്ട് ഒഴുകി വരികയാണ്. അത് നിങ്ങൾ അറിയണം. സ്വാമിക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ. വിദ്യാഭ്യാസം ഇതാണ്, ഇത്രയും സിമ്പിളാണ്. അപ്പൊ വിദ്യാഭ്യാസം പൂർണ്ണമാകണമെങ്കിൽ പാരൻസിനെ കുറ്റം പറയുന്ന അധ്യാപകരും, അധ്യാപകരെ കുറ്റം പറയുന്ന പാരൻസും അധ്യാപകരും കുഞ്ഞുങ്ങളെ കുറ്റം പറയുകയും കുഞ്ഞുങ്ങൾ തിരിച്ചു കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു ലോകത്തിൽ നിന്നിട്ട് അച്ഛനും അമ്മയും മക്കളും ചിരിച്ചുകൊണ്ട് രസാത്മകമായി പരസ്പരം എല്ലാം പകരുകയും കൊള്ളുകയും സ്കിൽഫുൾ ആവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഓരോ വ്യക്തിയും കുടുംബവും സമൂഹവും മാറണം. അതിനാണ് എഡ്യൂക്കേഷൻ ഫോർ ടോട്ടൽ കോൺഷ്യസ്നെസ്. കാരണം വിഷയാധിഷ്ഠിതമായ ബാഹ്യമായ വിഷയത്തിനപ്പുറത്തേക്ക് ഓരോ വിഷയവും തന്നിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ തന്നിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓരോ വിഷയം പഠിക്കുമ്പോഴും ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ അറിയാതെ ചിരിച്ചു പോകും. നിങ്ങൾ മറ്റൊരാളിനെ കുറ്റം പറയുമ്പോൾ ഒന്ന് വേറൊന്നും വേണ്ട, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരാളുടെ ദേഷ്യം വന്നു, അയാളെ കുറ്റം പറയണമെന്ന് തോന്നി, കുറ്റം പറയണം. ആ പറച്ചിൽ ഒന്ന് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. അപ്പം നിങ്ങളുടെ സൗന്ദര്യം കണ്ടാൽ മാത്രം മതി. ഇനി അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ ഒന്നും വേണ്ട. കാരണം ഇതാണ് നിങ്ങൾക്ക് എത്രമാത്രം ഇരുട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഇരുട്ട് വിഷം നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ശാന്തി കിട്ടുക, സ്വസ്ഥത കിട്ടുക? അപ്പോൾ ഇത് തിരിച്ചറിയുവാൻ, തൻ്റെ ഹിതാഹിതങ്ങളെ തിരിച്ചറിഞ്ഞ് ഹിതത്തെ ഉൾക്കൊണ്ട് ഹിതം പകർന്ന് ഒരു ഹിത ലോകത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണമെങ്കിൽ അകപുറമില്ലാത്ത അറിവിലേക്ക് നമ്മൾ ഉയർന്നേ പറ്റൂ. ആ അറിവിലേക്ക് ഉയരാൻ
ഈ ഒന്നിച്ചുകൂടൽ അല്പമെങ്കിലും നിങ്ങൾക്ക് പ്രാപ്തി തരുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ സന്ധ്യയുടെ ശ്രേഷ്ഠത. ഓരോരുത്തർക്കും ആ പൂർണ്ണ വെളിച്ചത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നു ചെല്ലാൻ പ്രകാശമാനമായ തേജോമയമായ അറിവിൻ്റെ സ്വരൂപമായ സച്ചിദാനന്ദ സ്വരൂപമായ അറിവ് എന്തെന്നില്ലാത്ത കാരുണ്യം ചൊരിഞ്ഞ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷ നേരം കണ്ണടച്ച് പ്രകാശമാനമായ ആ അറിവിനെ, പൂർണ്ണമായ അകപുറമില്ലാത്ത ആ അറിവിനെ പ്രകാശമായി പാകമാക്കുന്ന താപമായി ഒന്ന് കണ്ട് ഒന്ന് ധ്യാനിച്ചുറപ്പിക്കൂ. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തസ്സദ്. ബ്രഹ്മാർപ്പണമസ്തു. ഓം